ലോകത്തിലെ എല്ലാ തുറകളിൽ ജീവിക്കുന്നവർക്കും അവരവരുടേതായ ഭാരങ്ങളുണ്ട്. പൂർവികരായ ചില ഭക്തന്മാരിങ്ങനെ പറയുകയല്ലേ, ആനയ്ക്ക് തടി ഭാരമാണെങ്കിൽ ഉറുമ്പിന് അരി ഭാരമാണ്. ഒരുവൻ വലിയവനാണെന്ന് അഭിമാനിക്കുന്നു, അവൻ വലിയ സമ്പന്നനാണെന്ന് ലോകം അവനെ വിശേഷിപ്പിക്കുന്നു, അവൻ്റെ ഭാരം അത്ര വലുതാണ്. ഇതുപോലെ ഒരുവൻ ചെറിയവനാണെന്ന് പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു, അവൻ്റെയും ഭാരം അതിന് തുല്യമാണ്. ആകയാൽ ഭാരമില്ലാത്തൊരു മനുഷ്യൻ ലോകത്തിലില്ല. ലോകത്തിലെല്ലാ മനുഷ്യർക്കും, ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ നാം പഠിച്ചാൽ മനുഷ്യനെ അലട്ടുന്ന ഭാരങ്ങൾക്ക് 3 വശങ്ങളാണ്. ഒന്നാണ് പാപഭാരം. ആ പാപഭാരം ചുമക്കുന്നിടത്തോളം കാലം മനുഷ്യൻ ബലഹീനനായിക്കൊണ്ടേയിരിക്കും. യേശുവിൻ്റെ അടുക്കൽ പോയി പാപഭാരം ഏറ്റുപറഞ്ഞാൽ സ്വർഗം അവനോട് ക്ഷമിച്ച് ദൈവം അത് മറന്നു കളയും. രണ്ടാമതായി ബൈബിളിൽ നാം നോക്കുമ്പോൾ മനുഷ്യനെ അലട്ടുന്നത് ജീവിതഭാരമാണ്. ലോകത്തിലെല്ലാ തുറകളിലും മനുഷ്യന് അതിൻ്റെതായ ജീവിതഭാരങ്ങളുണ്ട്. ഭാവി തലമുറകളെക്കുറിച്ച്, ഉപജീവന മാർഗങ്ങൾക്കുള്ള വഴികളെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവിതത്തെ അലട്ടുന്ന അനവധി ഭാരങ്ങളിലാണ് ലോകത്തിൽ മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. ദൈവവചനത്തിലേക്ക് നാം നോക്കിയാൽ ദാവീദിന്റെ സമകാലികനായി ജീവിച്ച ഒരു നീതിമാനെ കാണാം. അവന്റെ പേര് ആസാഫ് എന്നായിരുന്നു. അവൻ ഒരു ദിവസം ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ ഉഷസ് തോറും ദണ്ഡിപ്പിക്കപ്പെട്ടു. ഓരോ ദിവസത്തിന്റെ പ്രഭാതവും എന്നെ വന്ന് മുട്ടി വിളിക്കുമ്പോൾ, ഞാൻ വാതിൽ തുറന്ന് സൂര്യപ്രകാശത്തെ കാണുമ്പോൾ അതോടൊപ്പം ഒരു ദുരിതവും എൻ്റെ കൂടെ വരികയാണ്. 73-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ആസാഫ് യഹോവയുടെ സന്നിധിയിൽ പോയി വ്യാകുലപ്പെട്ട് കരയുമ്പോൾ ഒരു വാക്ക് പറയുന്നു, യഹോവേ, ഞാൻ ഉഷസ് തോറും ഭാരപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അങ്ങനെ ഒരു ഭാരം ചുമന്നാണോ നീ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്? നിന്റെ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച്, നിന്റെ തലമുറകളെക്കുറിച്ച്, നിന്നെ അലട്ടുന്ന കടഭാരങ്ങളെ, അല്ലെ നിന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച്, നിന്റെ ഭാവിയിലുള്ള സംരക്ഷണത്തെ കുറിച്ച് നീ വ്യാകുലപ്പെട്ടാണോ ഈ രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, ദൈവ നഗരത്തിലേക്ക് ഓടിപ്പോകുവാൻ നീ സകല ഭാരവും എറിഞ്ഞു കളവീൻ. പാപത്തിന്റെ ഭാരം മാത്രമല്ല, ജീവിതത്തിന്റെ ഭാരവും എറിഞ്ഞു കളയുവാൻ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരെങ്കിലും ജീവിത ഭാരങ്ങളെ ചുമന്ന് നിരാശപ്പെട്ടുകൊണ്ട് ആശ്രയമറ്റവരായി വ്യാകുലപ്പെട്ട മനസ്സോടെ ഇരിക്കുന്നെങ്കിൽ ഈ രാത്രിയിൽ നിന്റെ ഭാരം ദൈവത്തിന്റെ മേൽ ചുമത്തുവീൻ. തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യത്തില് ആത്മാവിന് കുളിർമ നൽകുന്ന ഒരു ദൈവവചനം നമുക്ക് അവിടെ കാണാം. വായിച്ചാട്ട. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇന്ന് രാത്രി നമ്മുടെ ഭാരം എന്തായിരിക്കും? കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരമാണ് അനേക മാതാപിതാക്കന്മാർക്ക്. യൗവന തലമുറയിൽ പാപത്തിന്റെ വഴിയിലോടുന്നവരുടെ കാലടികളെ കണ്ടുള്ള വ്യാകുലമാണ് ഇന്ന് അനേക ദൈവമക്കൾക്ക്. ഇനിയും ചിലരുടെ ഭാരം എന്തെന്ന് ചോദിച്ചാൽ ജീവിത ഭാരം. ഭക്ഷണത്തിന് വഴിയില്ല, പാർക്കുവാൻ പാർപ്പിടമില്ല, കടഭാരങ്ങളാൽ വലയുന്നു. പ്രിയ ശ്രോതാക്കളെ, വിശുദ്ധ ബൈബിൾ നിന്നോട് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുവിൻ, അവൻ നിന്നെ പുലർത്തിക്കൊള്ളും. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയാം, ആകാശം ഓടി മാറട്ടെ, ഭൂമി നീങ്ങിപ്പോകട്ടെ, തിരുവഴുത്തിലെ വള്ളിക്കോ പുള്ളിക്കോ ഒരിക്കലും മാറ്റമില്ല. എന്താണ് തിരുവഴുത്ത് പറഞ്ഞത്? നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുവിൻ, അവൻ നിന്നെ പുലർത്തിക്കൊള്ളും. നമ്മുടെ ദൈവം വിശ്വസ്തനാണ് സഹോദരങ്ങളെ. ജീവിത യാത്രയിൽ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നാം ദൈവ നഗരത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ ഓർത്തുകൊള്ളണമേ, ഭാരം നമ്മുടെ മേൽ ആധിപത്യം പിടിച്ചാൽ നമ്മുടെ കാലടികൾ വഴുതി പോകും. പൗലോസ് എന്താണ് പറഞ്ഞത്? സകല ഭാരവും വിട്ട് ഓടിപ്പോകുവീൻ. എന്താണ് അലട്ടുന്ന ഭാരം? പാപഭാരം. ആരെങ്കിലും ഇന്ന് രാത്രി പാപഭാരത്തോടെ ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലജ്ജ കൂടാതെ പാപം ഏറ്റുപറയുവീൻ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, കർത്താവെ, മുൻപ് പലപ്പോഴും നിന്നോടത് ഏറ്റുപറഞ്ഞ് ഞാൻ അതിൽ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതിൽ നിൽപ്പാൻ എനിക്ക് ശേഷിയില്ലാതെ എൻ്റെ കാലടി വഴുതിപ്പോയി, ഇനി ഞാൻ ഒരിക്കലും നിന്റെ മുഖം കാണുകയില്ല എന്നുള്ള ചിന്തയോട് ആരെങ്കിലും ഈ രാത്രിയിലുണ്ടെങ്കിൽ, നീ അവിശ്വസ്തനായാലും വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തിന്റെ
വിശ്വസ്തത ഈ രാത്രി നിന്റെ പാപക്കെട്ടുകളെ നിന്നിൽ നിന്ന് നീക്കി നിന്നെ നിവരെ നിർത്തുവാൻ ദൈവം നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി ജീവിത ഭാരം. ജീവിതത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് ആരും എനിക്കില്ല എന്ന് പറയുന്ന വ്യാകുലപ്പെട്ട മനസ്സോടാണോ നീ ദൈവസന്നിധിയിരിക്കുന്നത്? എത്രയോ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർക്ക് സംരക്ഷണം നൽകാത്തതിനാൽ എനിക്കാരുമില്ലെന്ന് പറയുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ അവർ അനാഥപ്പെട്ടു പോയി എന്ന് വ്യാകുലപ്പെട്ടുകൊണ്ട് എനിക്കാരുമില്ലെന്ന് പറയുന്നു. രക്ഷകൻ ഒരിക്കൽ ഒരു രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ ഏറിയ വർഷമായി അവൻ ആ കുളക്കരയിൽ കിടക്കുന്നു. ഒരു ദൂതൻ വന്ന് ദിവസവും അവിടെ കുളം കലക്കുന്നുണ്ട്. എന്നാൽ അവന് സൗഖ്യം കിട്ടിയില്ല. വിഷയം എന്തെന്നറിയാമോ? അവൻ ആരുമില്ല. യേശു അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടിയത്? എന്താണ് സംഭവിച്ചത്? അവൻ പറയുന്നു, കർത്താവേ, എനിക്കാരുമില്ല കർത്താവേ. ഇന്ന് രാത്രി അതായിരിക്കാം നിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവേ, എനിക്കാരുമില്ല. ഏറിയ വർഷമായി ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ കാത്തിരുന്നിട്ടും എനിക്കതിനൊരു മറുപടിയില്ല കർത്താവേ. എനിക്കാരുമില്ലെന്ന് പറയുന്നെങ്കിൽ മരണം വിട്ടുയർത്തു വന്ന മശിഹ രാജാതി രാജാവും കർത്താതി കർത്താവും സൈന്യത്തിന്റെ അധിപതിയായി ഇന്ന് രാത്രി നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ശക്തനായ ദൈവമാണ്. ജീവിത ഭാരം നീ ദൈവത്തിന്റെ മേലിട്ടുകൊള്ളുവീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇനി മറ്റൊരു ഭാരം മനുഷ്യനുണ്ട്. അതാണ് മനുഷ്യന്റെ ചിന്താഭാരം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ്റ് രണ്ട് കാര്യങ്ങളെക്കാൾ ഭാരമുള്ളതാണ് ചിന്താഭാരം. ചില മനുഷ്യരാണ് ചിന്തിച്ചിട്ട് ഒരന്തമില്ലാത്ത അവസ്ഥയാണ്. ചിലരിങ്ങനെ പറയല്, ചിന്തിച്ചാൽ അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. ചിലരൊക്കെ ചിന്തിച്ചാൽ എന്തെങ്കിലും ഗുണം വരും. ഐസക് ന്യൂട്ടന്റെ മൂക്കേൽ ആപ്പിൾ വീണിട്ട് അദ്ദേഹം അങ്ങോട്ട് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത്. നമ്മളങ്ങോട്ട് ചിന്തിച്ചാൽ എന്ത് ചെയ്യും? പ്രാർത്ഥനാ സ്ഥലത്ത് വന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്ന കണ്ടിട്ടില്ലേ? തന്നെ വിച്ചും പേയും പറയും. ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു മനുഷ്യൻ തന്നെ റോഡെ വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്നത്. ആള് ഭ്രാന്തനായിട്ടല്ല, ചിന്താമണ്ഡലത്തിൽ മനസ്സ് കുഴഞ്ഞപ്പോൾ പരിസരം അങ്ങ് മറന്നുപോയി. മനുഷ്യനുള്ള ഏറ്റവും വലിയ വിഷയം അവന്റെ ചിന്താമണ്ഡലമാണ്. ഓർത്തു നോക്കിക്കാട്ടെ, നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ചിന്തിച്ചതെല്ലാം കൂടെ ഒരു ചാക്കിനകത്ത് കെട്ടിയിരുന്നെങ്കിൽ എത്ര നാഷണൽ പെർമിറ്റ് ലോറിയെ കയറ്റാനുള്ളത് കാണും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിന്ത ഒരു വലിയ ഭാരമാണ് സഹോദരങ്ങളെ. ചിന്താഭാരം നമ്മെ ആക്രമിക്കുമ്പോൾ ഹൃദയത്തിൽ വലിയ സംശയം വരും. ഹൃദയത്തിൽ സംശയം ഉണ്ടാകുമ്പോൾ നാം അറിയാതൊരു ഭയം നമുക്ക് വരും. ആ ഭയം നമ്മെ ആക്രമിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ആത്മാവിൽ നിരാശ വരും. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിന്റെ ചിന്താകുലങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ചുകൊള്ളുവീൻ. മനുഷ്യ ജീവിതം ദൈവ നഗരത്തെ നോക്കി ഓടുമ്പോൾ അവനെ അലട്ടുന്ന ഭാരങ്ങളിലൊന്ന് പാപത്തിന്റെ ഭാരമാണ്. അവനെ പിൻഗമിക്കുന്ന മറ്റൊന്ന് ജീവിതത്തിന്റെ ഭാരമാണ്. അവനെ പിന്തുടർന്ന് ആക്രമിക്കുന്നത് അവന്റെ ചിന്താഭാരമാണ്. ഇന്ന് രാത്രി ചിന്താഭാരത്തോടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയാണ്. രോഗം വരുമോ എന്നോർത്ത് ഭയപ്പെട്ട് ചിന്തിക്കുകയാണ്. വാർദ്ധക്യകാലത്ത് ആർ സംരക്ഷിക്കും എന്നോർത്ത് വ്യാകുലപ്പെടുകയാണ്. അവർക്ക് വന്നതുപോലെ ഇവർക്ക് സംഭവിച്ചതുപോലെ എനിക്ക് സംഭവിക്കുമോ എന്നുള്ള ചിന്തയോട് എത്ര പേർ ദൈവസന്നിധിയിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ ചിന്താഭാരങ്ങളോട് നമുക്ക് വിട പറയാം. നമ്മുടെ കർത്താവ് ശക്തനാണ്. ഖനാനെ നോക്കി അല്ലെങ്കിൽ ദൈവ നഗരത്തെ നോക്കി ഓടുന്ന ഓട്ടക്കാരാ, നിന്റെ കാലടി വഴുതി ഭാരത്താൽ നീ യാത്രാമധ്യേ വീണുപോകാതെ നിത്യതയിൽ ഓടിയെത്തി ജീവകിരീടം നീ സ്വന്തമാക്കേണ്ടതിന് ഭാരങ്ങളോട് ഈ രാത്രി നിനക്ക് വിട പറയാം. പാപഭാരമെങ്കിൽ വിശ്വാസത്തോടെ ഏറ്റുപറയാം. ജീവിത ഭാരമെങ്കിൽ യേശുവിന്റെ പാദപീഠത്തിൽ നമുക്ക് വയ്ക്കാം. അതിലുപരിയായി ചിന്താഭാരമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാം. ബൈബിളിൽ അങ്ങനെ പറയുന്നത് 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ എല്ലാ ചിന്താകുലവും. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി കരുതുമെന്നാ പറയുന്നത്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ആകയാൽ നമ്മുടെ എല്ലാ ചിന്താകുലവും അവന്റെ മേൽ അങ്ങ് സമർപ്പിച്ചാൽ മതി. വിശ്വസ്തനായ ദൈവം നമുക്കത് ചെയ്തു തരും. ഇന്ന് രാത്രി എത്രയോ സഹോദരങ്ങൾ ചിന്താകുലത്തോടെ വ്യാകുലപ്പെട്ട മനസ്സോടെ ഇരിക്കുന്നു. ഒരാണ്ടിന്റെ അവസാന ദിനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്നോട് പറയുകയാണ്, ആണ്ടുകൾ കഴിയും മുൻപ് അവന്റെ പ്രവർത്തിക്കായി ദൈവം എഴുന്നേറ്റ് വരും. അവൻ നിനക്കായി കരുതുന്നത് കൊണ്ട്
കണ്ട് നിന്റെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊണ്ട് നീ ദൈവനഗരത്തിലേക്ക് ഓടിപ്പോകുവീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. വിശുദ്ധ ബൈബിളിലേക്ക് നാം നോക്കിയാൽ പലയിടങ്ങളിൽ ദൈവം കരുതും എന്ന് പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ദൈവം തന്നെ പരിചയപ്പെടുത്തിയ നാളിൽ 3 പേരുടെ പേരുകളാണ് എടുത്തു പറഞ്ഞത്. ഒരിക്കൽ മോശ ഹോരേബിൽ വെച്ച് മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം സംസാരിക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്? ഞാൻ ഫറവോനോട് പോയി എന്താണ് പറയേണ്ടത്, അങ്ങേ ആരാണ്? അപ്പോൾ ദൈവം പറഞ്ഞു, മോശേ ഞാനാകുന്നെന്ന് പറഞ്ഞേര്. ഇപ്പൊ മോശ ഓർത്ത് അതെങ്ങനെ പരിചയപ്പെടുത്തുന്നത്? ഞാനാകുന്നെന്ന് നീ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്നോട് സാമ്യപ്പെടുത്തുവാൻ ഈ പ്രകൃതിയിൽ ഒരു ശക്തിയുമില്ല. ആകയാൽ ഞാനാകുന്നവൻ ഞാനാണ്. മോശ വ്യാകുലപ്പെട്ട് നിന്നപ്പോൾ വീണ്ടും ദൈവം തൻ്റെ ഒറിജിനൽ പേരങ്ങോട്ട് പറഞ്ഞു, മോശേ, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്, ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാണ്, ഞാൻ യാക്കോവിൻ്റെ ദൈവമാണ്. മനസാക്ഷികത്തിൻ്റെ മധ്യഘട്ടത്തിൽ ജീവിച്ച ദൈവത്തെ അനുഗമിച്ച് യാഗം കഴിച്ച് നിയമം ചെയ്ത ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച 3 നീതിമാന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്, മോശേ, ഞാൻ അബ്രഹാമിന്റെ ദൈവം. വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അത് പിതാവായ ദൈവത്തിന് സാക്ഷ്യമാണ്. അബ്രഹാമിന്റെ ദൈവം അത് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അബ്രഹാമേ, ഞാൻ നിനക്കൊരു ആൺസന്തതിയെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം എത്ര കഴിഞ്ഞാലും, നിന്റെ ശരീരം ബലഹീനപ്പെട്ടാലും, പ്രകൃതി നിനക്ക് പ്രതികൂലമായി എഴുന്നേറ്റ് വന്നാലും, ലോകം മുഴുവൻ നിനക്ക് ശത്രുവായി തീർന്നാലും, വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ വിശ്വസ്തനാണ്. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. എത്ര വർഷം കഴിഞ്ഞാലും ദൈവം തമ്പുരാൻ പറഞ്ഞതുപോലെ ചെയ്യും. നമ്മൾ മറന്നുപോയാൽ നമ്മെ തട്ടി എഴുന്നേൽപ്പിച്ച് ഉണർത്തി ഓർമ്മപ്പെടുത്തി ആ കാര്യം ചെയ്തു തരും. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. ഇനി ഇസഹാക്കിന്റെ ദൈവം എന്ന് പറയും. ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഇസഹാക്കിന്റെ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ കരുതുന്ന ദൈവം. ഏറിയ വർഷം കാത്തിരുന്ന ഒരു കുഞ്ഞിനെ ലഭിച്ചു. ഒരു രാത്രിയിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ഏകജാതനെ കൊണ്ടുപോയി യാഗം കഴിക്കണം. ചെറിയ കാര്യമാണോ? മനസ്സുരുകിപ്പോകും. എങ്കിലും നല്ല ഉറച്ച വിശ്വാസിയാണ് അബ്രഹാം യാഗത്തുള്ള വിറകും കത്തിയും തീയും എല്ലാം എടുത്ത് യാത്രയായി. മോറിയാമല ദൂരത്ത് വെച്ച് കണ്ടു. സഹയാത്രികരെ എല്ലാം അവിടെ നിർത്തി. വീണ്ടും അവൻ യാത്ര ചെയ്തു. പോകുന്ന വഴിയിൽ മോൻ ഒരു ചോദ്യം ചോദിച്ചു. മനസ്സുരുകുന്ന ഒരു ചോദ്യമാണ്. അപ്പച്ചാ, കത്തിയുണ്ടല്ലോ, അപ്പാ വിറകുണ്ടല്ലോ, അപ്പാ തീയുണ്ടല്ലോ, ഈ യാഗമൃഗം എവിടെ അപ്പാ? അബ്രഹാം ധൈര്യത്തോടെ പറഞ്ഞു, ഇസഹാക്കേ, ദൈവം കരുതിക്കൊള്ളും മകനെ, ദൈവം കരുതിക്കൊള്ളും മകനെ. ഇസഹാക്കിന്റെ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം അത് കരുതുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതും. അവൻ നിനക്കായി കരുതുന്നതാകൊണ്ട് നിന്റെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകിയാൽ അത് നിന്നിൽ നിവർത്തിച്ചു തരുവാൻ ശക്തനാണ്. അബ്രഹാം അങ്ങനെ പറഞ്ഞു. മോൻ അതങ്ങ് വിശ്വസിച്ചു. അപ്പന്റെ വാക്ക് എന്താണോ അതുപോലെ മോൻ കേട്ടു. ശരി, മോൻ കരുതി. അപ്പച്ചൻ പറഞ്ഞത് ശരിയാണ്. ആരെങ്കിലും അവിടെ ആട്ടിൻകുട്ടിയെ കൊണ്ടുവരും. യാത്ര പൂർണ്ണപ്പെട്ടു. അവസാന നിമിഷങ്ങളായി യാഗപീഠത്തെ അടുക്കി അപ്പൻ മോനെ അടുക്കൽ വിളിച്ചു. അരയിൽ ചുറ്റിയിരുന്ന ആ വാറെടുത്ത് പെട്ടെന്ന് ചുറ്റിക്കെട്ടി ഈ അബ്രഹാം ഈ ബാലനെ എടുത്ത് കിടത്തി. അപ്പോഴെല്ലാം അവൻ ചിന്തിച്ചത്, എന്നോട് എൻ്റെ അപ്പച്ചൻ പറഞ്ഞത് യഹോവ കരുതിക്കൊള്ളൂ എന്നാണല്ലോ. അവന്റെ മനസ്സിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുന്നു. അബ്രഹാം വിശ്വാസത്തിൽ മൂർച്ചപ്പെടുന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രം സ്വർഗം ഭൂമിയിലേക്ക് നോക്കി നിന്നു. സാക്ഷ്യം പ്രാപിച്ച വിശുദ്ധന്മാർ, അവർ സ്വർഗീയ ദൂതന്മാർ നീതിമാനായ അബ്രഹാമിനെ നോക്കി നിൽക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ശബ്ദം, അബ്രഹാം, ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ സമീപത്തൊരു കൊമ്പ് കുരുങ്ങിയ മൃഗം ഇസഹാക്കിന് വേണ്ടി കരുതപ്പെട്ടു. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്.
നിന്റെ ചിന്താകുലം, നിന്റെ ചിന്താഭാരം നിന്റെ ദൈവത്തെ ഏൽപ്പിക്കുക. അവൻ നിന്നെ പുലർത്തുവാൻ ശക്തനാണ്. സഹോദരങ്ങളെ, ജീവിതയാത്രയിൽ ഭാരങ്ങളാൽ നീ വ്യാകുലപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ഭാരം വിട്ടൊഴിഞ്ഞ് നീ ദൈവസന്നിധി വിട്ടുപോകാവൂ. മൂന്നാമതായി യാക്കോവിന്റെ ദൈവം എന്നൊരു വാക്കുണ്ട്. ആ വാക്ക് കൂടെ കൂടെ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ ഇങ്ങനെ ബൈബിളിൽ എഴുതി, യാക്കോവിന്റെ ദൈവത്തിന്റെ ശാസനയാൽ കുതിരയും രഥവും വെള്ളത്തിൽ വീണുപോയി. യാക്കോവിന്റെ ദൈവം ഞങ്ങളുടെ ദുർഗം എന്നൊരിക്കൽ ദാവീദ് പാടി. യാക്കോബിന്റെ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം രൂപാന്തരപ്പെടുത്തുന്നവൻ എന്നാണ്. അമ്മായിയപ്പനെ കവളിപ്പിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഈ യോർദാൻ നദീതീരത്ത് വന്നു ചേരുമ്പോൾ വ്യാകുലപ്പെട്ട മനസ്സോടെ യാക്കോബ് കരയുന്ന നാളിൽ ഒരു ദൂതനെ കണ്ടെത്തി. ഒരു ദൂതൻ സമീപത്ത് വന്ന് ചോദിച്ചു, എന്താണ് നിന്റെ പേര്? അവൻ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്, എന്നാൽ ഇന്ന് തുടങ്ങി നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഇത് പരിശുദ്ധാത്മാവിന് സാക്ഷിയാണ്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്. ഈ രാത്രിയിൽ എന്ത് ഭാരമാണ് നിന്നെ അലട്ടുന്നത്? പാപത്തിന്റെ ഭാരമാണെങ്കിൽ ഈ രാത്രി നമുക്ക് ഭാരങ്ങളെ ഏറ്റുപറയാം. ജീവിത ഭാരമാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിത ഭാരം ദൈവത്തിന്റെ പാദപീഠത്തിൽ വയ്ക്കുവീൻ. ചിന്താഭാരമാണെങ്കിൽ അവൻ നിനക്കായി കരുതുന്നതാകൊണ്ട് നിന്റെ സകല ചിന്തകളും അവന്റെ മേൽ ഇട്ടോൾവീൻ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതയാത്രയിൽ ദൈവം നമ്മെ നടത്തിയ വഴികളെ ഓർത്താൽ, അവന്റെ വിശ്വസ്തതയെ ധ്യാനിച്ചാൽ നമ്മുടെ ഭാരം നമ്മെ വിട്ടോടിപ്പോകും. ജോസഫ് തന്റെ സഹോദരന്മാരെ കണ്ട നാളിൽ കരയുന്ന ഒരു രംഗം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ കരഞ്ഞെന്നറിയാമോ? എന്നെ വിറ്റ ദുഷ്ടന്മാർ തടിച്ചു കൊഴുത്തിരിക്കുന്നല്ലോ ദൈവമേ, ഇവരോട് ന്യായം വിധി നടത്തിയില്ലേ എന്നുള്ള കരച്ചിലല്ല. സഹോദരന്മാർ തന്റെ അടുക്കൽ വരുമ്പോൾ തന്റെ കഴിഞ്ഞ 20 വർഷത്തിലേക്ക് താൻ മടങ്ങിപ്പോയി. സഹോദരന്മാർ വിറ്റുകളഞ്ഞത്, വസ്ത്രം ഊരിയെടുത്തത്, പൊട്ടക്കണച്ച് എറിയപ്പെട്ടത്, അടുക്കള വേല ചെയ്തത്, പാവം വസ്ത്രാഗ്രഹത്തിൽ പിടിച്ചത്, ജീവരക്ഷാർത്ഥ ഓടിപ്പോയത്, അനന്തരം വിധിക്കപ്പെട്ടത്, 14 പരം വർഷം കാരാഗ്രഹത്തിൽ കിടന്നത്, ഇതെല്ലാം അവൻ ഓർത്തപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ വിശ്രമിച്ച് അവൻ കരയുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ആരെങ്കിലും വ്യാകുലപ്പെട്ട മനസ്സോട് ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ നടത്തിയ വഴികളൊന്ന് ഓർത്തു നോക്കുവീൻ. ആ നാളുകളിൽ ദൈവം നിനക്കായി കരുതിയ കരുതലൊന്ന് ഓർത്തു നോക്കുവീൻ. ആ നാളുകളിൽ ദൈവം നിന്നെ സ്നേഹിച്ച സ്നേഹത്തെ ഈ രാത്രി നീ ഒന്ന് ഓർത്തു നോക്കുവീൻ. നിന്റെ ചിന്താകുലത്തോട് ഈ രാത്രി നീ വിട പറയുവീൻ. വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഈ രാത്രിയിൽ നമുക്ക് വിശ്രമിക്കാം. എന്താണ് പൗലോസ് പറയുന്നത്? ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, അവർ വിരുദു പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. അപ്പോൾ പൗലോസ് തന്നെ പറയുന്നു, എങ്ങനെയാണ് ഓടിപ്പോകേണ്ടത്? സകല ഭാരവും ഇട്ട് ഓടിപ്പോകണം. ഇന്ന് രാത്രി സകല ഭാരത്തോടും വിട പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കാലടികൾ മുൻപോട്ട് വയ്ക്കാം. പാപഭാരമാണോ? ജീവിത ഭാരമാണോ? മനസ്സിനെ അലട്ടുന്ന ഭയങ്കര ചിന്താഭാരമാണോ? ചില മനുഷ്യരെ നാം നോക്കിയാൽ ഭയങ്കരമായ ചിന്താഭാരത്തിന് അവർ ദാസരാണ്. ഒടുവിൽ അവർ ഭയപ്പെട്ടത് അവർക്ക് ഭവിക്കുകയും ചെയ്യും. അതാണ് കഷ്ടം. ഇയ്യോബിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഇയ്യോബ് നീതിമാനാണ്, നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകന്നവനാണ്, ഒക്കെ സത്യമാണ്. പക്ഷേ ഭയങ്കര ഭീരുവായിരുന്നു. അനർത്ഥം തന്നെ ആക്രമിച്ചു, സമ്പത്തുകളും സന്തതികളും നഷ്ടപ്പെട്ട ശരീരമാസകലനും മുറിപ്പാടുകളായി വേദനപ്പെട്ട നാളിൽ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു, യഹോവേ, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് വന്നു ഭവിച്ചു. നമ്മുടെ ഹൃദയത്തിൽ ഭയമുണ്ടാകുന്നത് എപ്പോഴെന്നറിയാമോ? ചിന്താകുലം നമ്മെ ആക്രമിക്കുമ്പോൾ നമുക്ക് സംശയ വിചാരങ്ങൾ ഉണ്ടാകും. സംശയ വിചാരങ്ങൾ നമുക്ക് വരുമ്പോൾ നാം അറിയാതൊരു ഭയം നമ്മെ ആക്രമിക്കും. ഒരു ഭയം നമ്മുടെ മേൽ ആധിപത്യം പിടിക്കുമ്പോൾ അധികം വൈകാതെ നമ്മുടെ ആത്മാവ് നിരാശപ്പെടാൻ തുടങ്ങും. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഭയപ്പെട്ട് നിരാശപ്പെട്ട് സംശയ വിചാരത്തോടെ ഭാരം ചുമന്നുകൊണ്ട് ചിന്താകുല മനസ്സോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി നീങ്ങിയാലും മാറിപ്പോകാത്ത ദൈവവചനം നിന്നോട് പറയുന്നു, നിന്റെ ഭാരം ദൈവത്തിങ്കിൽ ഏൽപ്പിച്ചുകൊള്ളുവേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓട്ടക്കളത്തിൽ ഓടിപ്പോകുന്ന നാം ചെയ്യേണ്ടിയ അടുത്ത മറ്റൊരു കാര്യം പൗലോസ് പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ പിൻപിലുള്ളത് മറന്ന്, വായിച്ചാട്ടെ, ഞാൻ
ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അടുത്തതായി ഈ പൗലോസ്ലീഹ പറയുന്നു, എബ്രായ ലേഖനത്തിൽ നമ്മോട് പറഞ്ഞത് സാക്ഷികളുടെ വലിയൊരു സമൂഹം നിൽക്കുന്നത് കൊണ്ട് ഭാരം വിട്ടോടിപ്പോകാൻ ആവശ്യപ്പെട്ടു. ഈ വീണ്ടും പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, നാം പിൻപിലുള്ളത് മറന്നു കളഞ്ഞിട്ട് മുൻപിലുള്ളതിനായി പരമവിളിയുടെ ലാക്കിലേക്ക് ഓടിപ്പോകണം. ഓട്ടക്കളത്തിൽ ഓടി നിത്യതയിലെത്തി ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ ആ ഓട്ടക്കാരൻ പാലിക്കേണ്ട ക്രമമാണ് ബൈബിൾ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. ആകയാൽ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ടോടണം. അങ്ങനെയാണെങ്കിൽ ഓട്ടക്കാരായി നമ്മുടെ പിൻപിലും മുൻപിലും എന്തൊക്കെയോ ഉണ്ട്. എന്തായിരിക്കും നമ്മുടെ പിൻപിലെന്നൊന്ന് തിരിഞ്ഞു നോക്കാമോ? ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവശേഷിച്ച ആഴത്തിൽ പറ്റിയ കുറെ മുറിപ്പാടുകളും ആ പാപത്തിന്റെ പാണ്ടക്കെട്ടുകളുമാണ് നമ്മുടെ പിൻപിലുള്ളത്. ഇനി മുൻപിലാരാണ് നിൽക്കുന്നതെന്ന് നോക്കിയാൽ ജയശാലിയായ കർത്താവാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടിപ്പോകുകയും പിൻപിലുള്ള പാപത്തെയും പരാജയത്തെയും ഈ രാത്രിയിൽ മറന്നു കളഞ്ഞുകൊണ്ട് മുൻപിലുള്ള യേശുവിനെയും ദൈവ നഗരത്തെയും ജീവവൃക്ഷത്തെയും നോക്കിക്കൊണ്ട് നമുക്ക് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടിപ്പോകാം. ഒരു ദിവസം നാം ഓടി അവിടെ എത്തുമ്പോൾ അനന്തതയുടെ കവാടങ്ങളെ തുറക്കുന്ന നാളിൽ വീണ്ടെടുപ്പുകാരനായ മശിഹ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും അവൻ തന്റെ നീതിയുടെ കിരീടം നമുക്ക് നൽകുകയും ചെയ്യും. ആകയാൽ ഓട്ടക്കളത്തിൽ ഓടി നമ്മുടെ പ്രവൃത്തിയെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തുകയാണ്. മുൻപിലുള്ളതിനെ നമുക്ക് ആഞ്ഞുകൊണ്ടോടാം. ആരാണ് മുൻപിലുള്ളത്? അത് നമ്മുടെ കർത്താവായ യേശുവാണ്. പൗലോസിന്റെ ഓരോ ലേഖനങ്ങൾ പഠിച്ചാലും എല്ലാ ലേഖനത്തിലും തൻ്റെ ചില വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയൊരു വാക്കുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ കർക്കശമായി പാപത്തിനെതിരെ താക്കീത് കൊടുത്ത് എഴുതിയ ആള് 7-ാം അധ്യായത്തിൽ വന്നപ്പോൾ സ്വന്തം അരിഷ്ടതയെ നോക്കി കരയുന്നു. അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനപ്പെട്ട ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? കരഞ്ഞു വ്യാകുലപ്പെടുന്ന പൗലോസ് അവസാന വരിയിൽ എഴുതി, യേശു മുഖാന്തരം ജയം തരുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. വീണ്ടും പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അവിടെ പറയാണ്, സഹോദരന്മാരെ, ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ എന്നെ ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തുന്നു. വിശുദ്ധ ജീവിതത്തിനായി സ്വയം അടിമപ്പെടുത്തിയ ഒരു ത്യാഗ ജീവിതം പൗലോസിൽ നമുക്ക് കാണാം. വീണ്ടും ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, സഹോദരന്മാരെ, ലഭിച്ചെന്നല്ല ലഭിക്കുമോ എന്ന് വെച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഏറിയ വർഷം കഴിഞ്ഞ് അവസാന കാലഘട്ടത്തിൽ തന്റെ കരങ്ങളാൽ ഇങ്ങനെ എഴുതി, ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. രഹസ്യം ആരാണെന്നറിയാമോ? അത് യേശു ക്രിസ്തു മുഖാന്തരമാണോ? എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലെല്ലാം പൂർണ്ണ ജയം തരുന്ന എന്റെ ദൈവത്തിനു സ്തോത്രമെന്ന് പൗലോസ് രാപ്പകൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അരുമനാഥൻ കാൽവറിയിൽ ചൊരിഞ്ഞ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ, നാം ഒരു ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കാലടി വഴുതി പോകരുത്. പിശാചിന്റെ കണിയിൽ നമ്മൾ അകപ്പെടരുത്. നമ്മുടെ കാലടി വഴുതി പോകാതിരിപ്പാൻ പാപഭാരത്തെ വിട്ടു നമുക്ക് ഓടാം. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പാപഭാരത്തോടെ വ്യാകുലപ്പെട്ട മനസ്സോടെ ദൈവം എന്നോട് ക്ഷമിക്കുമോ എന്നുള്ള സംശയ വിചാരത്തോടെ ആരെങ്കിലും ദൈവസനിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ നീതി ഈ രാത്രി നിന്റെ പാപങ്ങളെ ക്ഷമിക്കും. ആകാശം മാറിപ്പോയാലും ഭൂമി നീങ്ങിപ്പോയാലും നീക്കപ്പെടാത്ത ദൈവത്തിന്റെ വചനം നിന്നോട് പറയുന്നു, നീ അനുദപിച്ചാൽ സ്വർഗം നിന്റെ പാപത്തെ ക്ഷമിച്ചു തരും. ജീവിത ഭാരത്തോടെ വ്യാകുലപ്പെട്ട മനസ്സോടെ ഈ രാത്രി നീ ദൈവസനിൽ വന്നിരിക്കുന്നെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുവേൻ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ പോറ്റി പുലർത്തിയതോ നിന്റെ ദൈവമല്ലേ? ആകാശത്തിലെ പറവുകളെ പോഷിപ്പിക്കുന്നവൻ അവൻ നിന്റെ ദൈവമല്ലേ? ആ പറവുകളെ പോഷിപ്പിക്കുവാൻ ദൈവം ശക്തനാണെങ്കിൽ നിന്നെ സംരക്ഷിപ്പാൻ നിന്റെ ദൈവം എത്ര ശക്തനാണ്. ചിന്താകുലത്തോടെ വ്യാകുലപ്പെട്ട മനസ്സോടെ സംശയ വിചാരത്തോടെ ഭീരുത്വത്തിന്റെ ആത്മാവോടെ നിരാശയോടെ ആരെങ്കിലും ഇന്ന് രാത്രി ഭാരത്തോടെ ദൈവസേന ഇരിക്കുന്നെങ്കിൽ നിന്റെ ചിന്താഭാരം കർത്താവിന്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയും നീ പിൻപിലുള്ളതെല്ലാം മറന്നു കളഞ്ഞ് മുൻപിലുള്ള
ജീവനുള്ള യേശുവിനെ നോക്കിക്കൊണ്ട്, ജയശാലിയായ കർത്താവിന്റെ മുഖത്തേക്ക് കണ്ണുകളെ നോക്കിക്കൊണ്ട് അവന്റെ നാമം ഏറ്റുപറഞ്ഞ് നമുക്ക് നമ്മുടെ കാലടികൾ മുൻപോട്ട് വയ്ക്കാം. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് കഴിയുന്നിടത്തോളം എല്ലാവരും ഒരു നിമിഷം മുഴങ്കാൽ മേലിരുന്നാട്ട് കണ്ണുകളെ അടച്ചാട്ട് നമ്മുടെ ജീവിതത്തെ ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു വർഷത്തിന്റെ അവസാന നിമിഷത്തില്, അവസാന നാളുകളിലേക്ക് നാം വന്നെത്തിയിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഒരു നിമിഷം തിരിഞ്ഞു നോക്കാം. വ്യാകുലപ്പെട്ട മനസ്സോടല്ലേ ഇന്ന് രാത്രി നീ ദൈവസേനയിൽ ഇരിക്കുന്നത്? ഈ രാത്രി നീ എഴുന്നേറ്റ് പറയുവീൻ, അബ്രഹാമിന്റെ ദൈവം അവൻ എന്റെ ദൈവമാണ്. എന്നോട് വാഗ്ദത്തം ചെയ്തെങ്കിൽ അതെന്റെ ദൈവം നിവർത്തിച്ചു തരും. ഇസഹാക്കിന്റെ ദൈവം അതെന്റെ ദൈവമാണ്. അവൻ എനിക്ക് വേണ്ടിയും എന്റെ തലമുറയ്ക്ക് വേണ്ടിയും കരുതുവാൻ എന്റെ ദൈവം ശക്തനെന്ന് ഈ രാത്രിയിൽ നമുക്ക് ഏറ്റുപറയാം. എന്റെ ദൈവം യാക്കോബിന്റെ ദൈവമാണ്. ഈ യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റുവാൻ ആ ദൈവത്തിന് കഴിയുമെങ്കിൽ അവന്റെ വരവിൽ എന്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ പ്രാകൃതത്തിന്റെ മേൽ ജയം തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ട് ഈ രാത്രിയിൽ നമുക്ക് ഒന്നായിട്ട് ഏറ്റുപറയാം. അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവമാണെന്ന് ഏറ്റുപറയാം. ഇസഹാക്കിന്റെ ദൈവം എന്റെ ദൈവമെന്ന് ഏറ്റുപറയാം. യാക്കോബിന്റെ ദൈവം എന്റെ ദൈവമെന്ന് നമുക്ക് ഏറ്റുപറയാം. മുറുകെ പറ്റുന്ന പാപത്തെ, സകലവിധ ഭാരത്തെ വിട്ട് പരമവിളുടെ ലാക്കിലേക്ക് ഓടിപ്പോകുവേൻ. പ്രിയ ദൈവ പൈതലേ, കഴിഞ്ഞകാല പാപത്തിന്റെ ശക്തി നിന്നെ പിൻഗമിച്ചിട്ട് നിന്റെ മനസ്സ് വ്യാകുലപ്പെടുന്നെങ്കിൽ നീ പിൻപിലുള്ളതെല്ലാം മറന്നു കളവീൻ. പരിശുദ്ധാത്മാവ് ഒരു മഹാപുരോഹിതനെ പോലെ ഇതാ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, ഇന്നലെ കത്തിയ കരിന്തിരികളെ നീക്കിക്കൊണ്ട് ഇന്ന് നിന്നെ പുതുമയുള്ള ജീവനാക്കി തീർക്കുവാൻ, ആ കരിന്തിരികളെ കത്തിച്ചു കളഞ്ഞ് ശുദ്ധമായ എണ്ണ ഒഴിച്ച് നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കി മാറ്റുവാൻ മൽക്കിസദേക്ക് എന്ന പരിശുദ്ധാത്മാവ് ഒരു പുരോഹിതനെ പോലെ ഇതാ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് പാപത്തിന്റെ ശക്തിയെ മറന്നു കളവി, പിൻപിലുള്ളതിനെ മറന്ന് ജയം പ്രാപിച്ച യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അവൻ അപ്പോസ്തലനാണ്, അവനൊരു മഹാപുരോഹിതനാണ്, അവൻ വിശ്വാസത്തിന്റെ നായകനാണ്, അവൻ പൂർത്തീകരിക്കുന്നവനാണ്. യേശു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിങ്കിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ലപോലെ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു. ഈ രാത്രിയിൽ നമ്മുടെ വാക്കുകളും അതായിരിക്കട്ടെ. ഞാൻ നല്ലപോലെ പൊരുതുന്നു കർത്താവേ, ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം നിത്യതയിലെത്തുമ്പോൾ നീതിയുടെ കിരീടം നീ എനിക്കായി വെച്ചിരിക്കുന്നു. പാപഭാരത്തോട് വിട പറയുവീൻ, ചിന്താഭാരത്തോട് വിട പറയുവീൻ, ജീവിത ഭാരത്തോട് വിട പറയുവീൻ, പിൻപിലുള്ള പ്രാകൃതത്തോട് വിട പറയുവീൻ. ദൈവം നിന്നെ നടത്തിയ വഴികളെ ഓർത്തു നോക്കുവീൻ. ദൈവവചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുവീൻ. നിന്റെ അതരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കുവീൻ. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ദൈവം നിന്നെ നീതീകരിച്ചെങ്കിൽ കുറ്റം വിധിക്കുന്നവൻ ആരാണ്? ദൈവം നിന്നെ ചേർത്തുകൊള്ളുന്നെങ്കിൽ തള്ളിക്കളയുന്നവൻ ആരാണ്? ആകയാൽ പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.